സാമൂഹ്യ ബന്ധങ്ങൾ കൂടുതൽ സുദൃഢമാകേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. സ്റ്റാറ്റസ് ഇട്ടാൽ പോലെ നീ എവിടെ പോയി വരിക? ഞാൻ വെളിച്ചെണ്ണ കാണാൻ പോയതാ. അമ്മ മീൻ വറക്കാൻ വേണ്ടി ചട്ടി എടുത്ത് വെച്ചപ്പോഴാണ് വെളിച്ചെണ്ണ തീർന്നു പറഞ്ഞത്. ഞാൻ രാവിലെ വെളിച്ചെണ്ണ വാങ്ങാൻ പോകുമ്പോൾ നിന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ബഹളം. അതോടി അതെന്റെ വീട്ടിൽ കുറേ വെളിച്ചെണ്ണ ആട്ടി വെച്ചതുണ്ടായിരുന്നു. അത് കേട് വന്ന് കാറിപ്പോയി. അതിന്റെ പേരിൽ അച്ഛനും അമ്മയും അടിപിടി കൂടിയതാണ് ഈ കേട്ടത്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആർക്കെങ്കിലും കൊടുക്കാനോ വിൽക്കാനോ ഒക്കെ. കേട്ടില്ല. അല്ലടേ, എന്നാൽ എനിക്കതെടുത്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടൂടെ, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇട്ടൂടെ? എന്തൊക്കെ സ്റ്റാറ്റസ് ഇടുന്ന ആളാ? മോർണിംഗും ഗുഡ് നൈറ്റും ഒക്കെ പറഞ്ഞ് നീ എത്ര മെസ്സേജുകൾ അയക്കാറുണ്ട്? സോറി ഡി, ഞാനത് ഓർത്തില്ല. ഇനി ചെയ്യാം. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. അതെ, എന്റെ അച്ഛന്റെ വീട്ടിലെ 5-6 വാഴക്കൊലകളൊക്കെ ഒരുമിച്ച് മൂത്തുപോയി. അച്ഛൻ അതൊക്കെ എടുത്ത് ഓട്ടോറിക്ഷയിൽ കയറ്റി വിൽക്കാൻ കൊണ്ടുപോയി. പീടികയിലെത്തിയപ്പം തമിഴ്നാട്ടുകാരുടെ വാഴക്കൊലകാരനുള്ള ചാകര കൊണ്ട് കടക്കാരന് വാഴക്കൊല വേണ്ട. പാവ അച്ഛന് കൊലയും കൊണ്ട് തിരിച്ചു പോരേണ്ടി വന്നു. ഓ കഷ്ടം തന്നെ. നിനക്കറിയോ ഞങ്ങളത് ചെലവഴിക്കാൻ വെച്ച പാട്? രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കറി വെച്ചു, ഉപ്പേരി വെച്ചു, പോരാത്തേനുണ്ടല്ലോ യൂട്യൂബിൽ നോക്കിയിട്ട് വറുത്താക്കി ചക്രവർത്തി ഒക്കെ ഉണ്ടാക്കി. എന്നിട്ടും കുറച്ച് സാധനം കേടായിപ്പോയി. സങ്കടപ്പെട്ട് കരയായിരുന്നു അച്ഛൻ. സാരല്ലടി, അടുത്ത തവണ ഈ ഇങ്ങനൊരു കാര്യം സ്റ്റാറ്റസ് ഇടണേ. പൂവിന്റെ ചിത്രവും വീടിന്റെ ചിത്രവും ഒക്കെ ഈ സ്റ്റാറ്റസ് ഇടുന്നുണ്ടല്ലോ. ഇതിന് പകരം ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ സ്റ്റാറ്റസ് ഇട്ടാൽ എല്ലാവർക്കും ഉപകാരമാവും. ശരിയടി, അടുത്ത തവണ നമുക്ക് സെറ്റാക്കാം. അത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം കൂടി ഓർമ്മ വന്ന്. നമ്മളന്ന് ഒന്നിച്ച് മുഹമ്മദ് ഖാന്റെ മോന്റെ കല്യാണത്തിന് പോയില്ലേനോ? ബിരിയാണിക്ക് വെട്ടി വിരിഞ്ഞില്ലേ? അവസാനം കപ്പേന്റെ എത്തിയപ്പം കപ്പ തിന്നാനേ പറ്റില്ല. കപ്പ കഴിക്കണ്ടേ? ഇവിടെ 6 ദിവസം ഇല്ലല്ലോ. അതെന്താ കയ്പ കച്ചതിന്റെ കാരണം നിനക്കറിയാമോ? ഒരാഴ്ച പഴക്കമുള്ള കപ്പയാണ് ഓർക്ക് കല്യാണത്തിന് പാചകം ചെയ്യാൻ കിട്ടിയത്. അങ്ങനെ പറ്റിപ്പോയതാ. ഇപ്പൊ ഞാൻ ആലോചിക്കുക, നമ്മുടെ അച്ഛൻ്റെ പറമ്പിലുണ്ടായ കപ്പ തീരെ വേറില്ലാണ്ടാണ് അയാളെ വെറ്റി ഒഴിവാക്കിയത്. ആ കപ്പ നമ്മുടെ മുഹമ്മദ് മോന്റെ കല്യാണത്തിന് ഉപകരിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കപ്പയും തിന്നായിരുന്നു, അച്ഛന് 10 ഉറുപ്പിക കിട്ടിയായിരുന്നു. ശരിയാണ്. ഇത്തരം കാര്യങ്ങൾ ഇനി കണ്ടാലും കേട്ടാലും നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പിലിടണേ. സെറ്റല്ലേ? സെറ്റ്. ഞാനൊരു കാര്യം പറയട്ടെ. അയൽവക്കത്തു നിന്നൊക്കെ നമ്മൾ ഇപ്പോഴും ചില സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഇല്ലേ? നിങ്ങൾ വാങ്ങലില്ലേ? പാല് വാങ്ങലായിരുന്നോ? സരോജനത്തിന്റെ വീട്ടിൽ നിന്ന്. അവിടെ ഏതാ കുത്തിരിക്കുന്ന? നമ്മൾ ഒരുമിച്ചല്ലേ പാല് വാങ്ങാൻ പോലപ്പോ? ശരിയാ, നാടൻ മുട്ട എന്താ വാങ്ങല്? ആടേതാ കുത്തിരിക്കുന്ന? നമ്മുടെ മുട്ട തന്നെ ചേച്ചിയതാ. അപ്പൊ പാലും മുട്ടയൊക്കെ നമ്മൾ ഇപ്പോഴും നാട്ടിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഇനി സൊസൈറ്റിയിൽ പോയാലോ? ഒറ്റപ്പാല് കിട്ടാനായി തന്നെ നമ്മൾ കാത്തു നിൽക്കും, ഇല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യല്? അതെ, നീ പറഞ്ഞത് ശരിയാണ്. പണ്ട് ഉപ്പും മുളകും പഞ്ചസാരയും ഒക്കെ വീട്ടിൽ തീർന്നു പോയാല് കടം വാങ്ങി ഉപയോഗിച്ചതുപോലെ ഇപ്പോഴും പാലും മുട്ടയൊക്കെ പണം കൊടുത്തിട്ടാണെങ്കിലും വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരുപാട് പുറകോട്ടൊന്നും പോയിട്ടില്ല. അതൊക്കെ ചിലർ പറഞ്ഞുണ്ടാക്കുന്നത് നമുക്ക് വെറുതെ തോന്നുന്നതാ. ഈ പരിപാടി പോലും നോക്കൂ, ഇതിന്റെ മറ്റൊരു തെളിവല്ലേ? 1 മാസമായി നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും റിഹേഴ്സലിലാണ്. കുറെ പേര് പരിപാടി അവതരിപ്പിച്ചു. ഇനിയും കുറച്ചു പേര് മേക്കപ്പ് ഇട്ട് പരിപാടി അവതരിപ്പിക്കാൻ സദസ്സിലിരിക്കുന്നു. ഇതൊക്കെ ഫോണും ടിവിയും ഇട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതുകൊണ്ട് സംഭവിച്ചതല്ലേ? എന്തൊരു സന്തോഷാണെന്ന് നോക്കൂ. റിഹേഴ്സൽ കാണാൻ പോകാനൊക്കെ വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ എന്ത് ആവേശമായിരുന്നു. വലിയ സന്തോഷത്തിലാണ് എല്ലാവരും ഓരോ ദിവസവും വീട്ടിലേക്ക് മടങ്ങാറുണ്ടായിരുന്നത്. അതെ, ഇതുപോലെയുള്ള കൂട്ടായ്മകൾ നമ്മൾ ഇനിയും തുടരേണ്ടതുണ്ട്. ശരി, ന്യൂ ഇയർ പരിപാടിയല്ലേ കഴിഞ്ഞുള്ളൂ. നമുക്ക് ഇത്തരം കൂട്ടായ്മകൾ തുടരാൻ ഇനി എന്ത് ചെയ്യാം? ഞാനൊരു ഐഡിയ പറയാം. എന്താ പുതിയ ഐഡിയ? അതെ, 5-8 മാസം കഴിഞ്ഞ് ഓണം വരികയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഓണത്തിന് പൈസ കൊടുത്തല്ലേ പോവാന്? അതെ, നമുക്ക് ആ പല്ലവി ഒന്ന് മാറ്റി പിടിച്ചാലോ? ശരി, എന്താ നിന്റെ പ്ലാൻ?
പെയ്യുമ്പോ ജൂൺ മാസത്തില് തൈ നട്ടാല് ഓണാവുമ്പോ നമുക്ക് പൂ പറിക്കാം. ഇത് നല്ല ഐഡിയ ആണോ? കൊള്ളാലോ. ഓണം കഴിഞ്ഞാലും ചെടിയും ബാക്കിയുണ്ടാവും, പൂവും ബാക്കിയുണ്ടാവും. അങ്ങനെ ഒരു ഗുണം കൂടി ഇതിലുണ്ട്. ഈ ഐഡിയ കൊള്ളാല്ലേ? നിങ്ങൾക്കൊക്കെ ഇഷ്ടായോ? എന്നിട്ട് നമുക്കൊരു അടിപൊളി സ്റ്റാറ്റസ് ഇടണം. പഴയ കാലത്തെ പോലെ കൃഷി ചെയ്തുണ്ടാക്കിയ പൂ കൊണ്ട് നമ്മൾ തീർത്ത പൂക്കളത്തിന്റെ സ്റ്റാറ്റസ്. ഞങ്ങൾ റെഡി. നിങ്ങൾ റെഡിയാണോ? അടുത്തത്